ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകികോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. പന്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലിടോ. വനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാലോ. തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടൂ. രാത്രി ജരേന്ദ്രോക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ പ്രവര ജയ ജയ മോക്ഷോപദേശ മാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധുതൻ ഉത്തര തീരോപരി ചെന്നോരന്തരമെന്നിയെ
ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്ത് അവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരെ. രാമ രാമ പ്രഭു പാഹി പാഹി. ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതനവദ്യൻ നയപ്പിനയപ്പിനിൽ ആദരവോടരുൾ ചെയ്തു ദയാപരൻ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമേതോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമതേ ദുർഗന്ധമെത്രയും. ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ. ഹന്തജടാത്മകമായ കായത്തിങ്കൽ എന്തൊരാത്ത ഭവിക്കുന്നതും ധീമതാം. യാതൊന്നും മൂലമായി ബ്രഹ്മഹത്യാനിയാം പാദരോഗങ്ങൾ കൃതംഗങ്ങളാകുന്നതും. ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്ന് ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ഓം അമൃതേശ്വരിയെ നമഃ. അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിലെ രാവണ ശുക സംവാദമാണ് ഇന്ന് പാരായണം ചെയ്തത്. രാവണന്റെ ചാരനായി പോയി വാനരന്മാരുടെ പിടിയിലായ ശുഗനെ അവർ രാവണന്റെ അടുത്തേക്ക് മടക്കി അയച്ചു. ശുഗൻ നടന്ന എല്ലാ വിവരങ്ങളും രാവണന് പറഞ്ഞു കേൾപ്പിക്കുന്നു. സീതയെ വിട്ടു നൽകിയില്ലെങ്കിൽ ലങ്കയും രാവണനും സർവനാശം വരുത്തും എന്ന സന്ദേശം അറിയിച്ച ശുഗൻ വാനരസേനയെ പറ്റിയുള്ള വിശദമായ വിവരണം രാവണന് നൽകുന്നു. സീതയെ മടക്കി നൽകി പാദസേവ ചെയ്ത് ജീവിതം പൂർത്തിയാക്കൂ എന്ന ശുഗന്റെ വാക്കുകൾ കേട്ട് രാവണൻ പരിഭ്രമിച്ചു. ദേവന്മാർക്ക് വേണ്ടി യാഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടി വന്നിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു ശുഗൻ. ശുഗനെ ഉപദ്രവിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്ന വജ്രതംഷ്ടൻ എന്ന പേരുള്ള ഒരു രാക്ഷസന്റെ ചതിപ്രയോഗത്താൽ അഗസ്ത്യ മഹർഷിയുടെ ശാപം ഏൽക്കേണ്ടി വന്നു. ശുഗൻ രാവണന് ഇഷ്ടപ്പെട്ടവനായ ഒരു രാക്ഷസനായി മാറ്റി. ഒരിക്കൽ സീതാന്വേഷണവുമായി വരുന്ന രാമനെ ദർശിക്കുന്ന ശുഗൻ രാവണന് തത്വോപദേശം നൽകി ശാപമോക്ഷം ലഭിച്ച് മടങ്ങുന്നു. എല്ലാവരുടെയും ഉപദേശങ്ങൾ അവഗണിക്കുന്ന രാവണൻ നേരിടേണ്ടി വരുന്ന സർവനാശങ്ങൾക്കും കാരണം ഗർവവും അഹന്തയുമാണ്. അഹന്ത എല്ലാ മനുഷ്യർക്കും നാശത്തിന് കാരണമായി മാറുമെന്ന് രാവണന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഓം നമഃ ശിവായ.